നമ്മളൊരു ആപ്ലിക്കേഷൻ വഴി, ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ വഴിയാണ്. ഗ്രോ ആപ്ലിക്കേഷൻ വഴി മ്യൂച്വൽ ഫണ്ടിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക, പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതിലിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഓവറോൾ ഗ്രാഫ് കാണാം. 1 ഇയർ, 3 ഇയർ, 5 ഇയർ, ഓൾ ടൈം. ഈ ഓൾ ടൈം ഗ്രാഫിലത് 20.83 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഇയറിലും 3 ഇയറിലും 1 ഇയറിലെയും 6 മന്ത്സിലെയും 1 മന്തിലെയും നമുക്ക് പെർസെൻറ്റേജ് അവിടെ കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ കറണ്ട് NAV എത്രയാണെന്നുള്ളത് 81.25 എന്നുള്ളതും, അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് 5 സ്റ്റാർ റേറ്റിംഗും, അതിൻ്റെ ടോട്ടൽ ഫണ്ട് സൈസും, മിനിമം എത്ര രൂപ മുതൽ നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ഹോൾഡിങ്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. HDFC ബാങ്ക്, പവർ ഗ്രിഡ്, ബജാജ്, ITC, കോൾ, മാരുതി, അങ്ങനെ മെയിനായിട്ടുള്ള ഹോൾഡിങ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് കാണണമെങ്കിൽ സി ഓൾ ഹോൾഡിങ്സ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഫുള്ളായിട്ടുള്ള ഹോൾഡിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് മാത്രം ഫണ്ടുകൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം നമുക്ക് പരാഗ് പരീഖിൻ്റെ തന്നെ റാങ്കിങ്ങും നമുക്ക് കാണാൻ പറ്റും. റാങ്കിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ റിട്ടേൺ എങ്ങനെയാണ്, 1 ഇയറിലെ, 3 ഇയറിലെ, 5 ഇയറിലെ ഓൾ ടൈം റിട്ടേൺ, ഇത്രയും റിട്ടേൺസ് എങ്ങനെയാണ്, അതിൻ്റെ കാറ്റഗറി ആവറേജ് റിട്ടേൺ. ഇപ്പോൾ ആ കാറ്റഗറിയിലുള്ള ഫണ്ടുകളുടെ ആവറേജ് റിട്ടേൺസ് എത്രയാണ്, അതേപോലെ ആ കാറ്റഗറിയിലെ റാങ്ക്, ഈ ഫണ്ടിൻ്റെ റാങ്ക് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ വിസിബിളാണ്. അതേപോലെ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ കാറ്റഗറിയിലെ റാങ്ക് നമുക്ക് കുറവാണ്, നമുക്ക് സിമിലർ ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സിമിലർ ഫണ്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് റാങ്ക് കൂടുതലുള്ള ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്പെൻസ് റേഷ്യോയും എക്സിറ്റ് ലോഡും സ്റ്റാമ്പ് ഡ്യൂട്ടിയും. എക്സ്പെൻസ് റേഷ്യോ ഈ ഫണ്ടിന് 0.62 ആണ്. എക്സിറ്റ് ലോഡ് എത്ര പെർസെൻറ്റേജ് ആണ്, ഇപ്പോൾ നമ്മൾ 365 ദിവസത്തിന് മുന്നേ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, അത് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന എമൗണ്ടാണ്, അത് 0.005% ആണ്. ടാക്സ് ഇംപ്ലിക്കേഷനിൽ വരുന്നത് നമ്മൾ 1 വർഷത്തിന് മുന്നേ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും, 1 വർഷത്തിന് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കൊടുക്കേണ്ടി വരും. അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 10%, 1 ഇയറിന് മുന്നാണെങ്കിൽ 15% ആണ് അടയ്ക്കേണ്ടത്. അത് റിട്ടേൺസ് 1 lakhന് എബോവ് ആണെങ്കിൽ മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. പിന്നെ നമുക്കിതിൻ്റെ പാസ്റ്റ് ഡാറ്റ നോക്കാൻ പറ്റും. പാസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോ മുന്നേ എങ്ങനെയായിരുന്നു എന്ന്. എക്സ്പെൻസ് റേഷ്യോ ടൈം ടു ടൈം ഒരു ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്നുള്ള വേരിയേഷൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എക്സിറ്റ് ലോഡിൻ്റെ ചേഞ്ച് ചെയ്തതിൻ്റെ വേരിയേഷനും മീൻസ് ഹിസ്റ്ററിയും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഫണ്ട് മാനേജ്മെൻറ്റ്. അതിലാണ് ഏതൊക്കെ ഫണ്ട് മാനേജേഴ്സാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ എന്ന് മുതൽ ആണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഫണ്ട് ഹൗസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സും അതിൻ്റെ ടോട്ടൽ അസറ്റും എന്ന് വെച്ചാൽ പരാഗിൻ്റെ ആണെങ്കിൽ പരാഗിൻ്റെ ടോട്ടൽ അസറ്റ് എത്രയുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് ഈ ഫണ്ടിൻ്റെ പ്രോസും കോൺസും. അത് ഗ്രോ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രോ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റുക. ഗ്രോ ആപ്ലിക്കേഷൻ എന്ന് തന്നെ അല്ല, ഏത് ആപ്ലിക്കേഷനിലായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ഫണ്ട് വെരി ഹൈ റിസ്ക് ഫണ്ടാണ്, അത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്, ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് ഇൻ്റർഫേസിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ SIP സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് SIP ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ നേരത്തെ കണ്ട മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ അതിലും കൂടുതൽ. എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് SIP കൊടുക്കുക. നമ്മുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ത്രൂ എമൗണ്ട് എല്ലാ മാസവും പിടിച്ചോളും. ആപ്ലിക്കേഷനുള്ള മ്യൂച്വൽ ഫണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് എളുപ്പത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല, സ്വയം അനാലിസിസ് നടത്തി മാത്രം ഏത് മ്യൂച്വൽ ഫണ്ടായാലും പർച്ചേസ് ചെയ്യുക.